ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ ആകാശ കാഴ്ചയിലേക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്താണ്. അതേ നമ്മുടെ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിലെ ഒരു യാത്രയാട്ടോ ഇത്. പിന്നെ പോകുന്നത് ഞാനും അബിയും കൂടാണ്. അപ്പോൾ ഒരു വെറൈറ്റി യാത്ര പോയ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ബുക്കിങ്ങും ഡീറ്റെയിൽസും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടൈം വൈകിട്ട് 5 മണിക്കായിരുന്നു. അപ്പോൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയി. കാരണം നമുക്ക് ഓൾറെഡി അവർ മെസ്സേജ് ഇടും എത്ര സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റ് ആയി. എന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ബസ് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ബസ്സിന് വേണ്ടി. അപ്പോൾ ഞങ്ങളെ ഇവിടെ കൊണ്ടുവിടാൻ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ബസ് വന്നിട്ടുണ്ടായിരുന്നു. ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്ന് ഞങ്ങൾ നേരെ ഓടി മുകളിലത്തെ നിലയിലേക്ക് തന്നെ പോയി സീറ്റ് പിടിച്ചിട്ടോ. കാരണം ഞങ്ങൾ മുകളിലത്തെ നിലയാണ് ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനാണ് ഏറ്റവും ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിലയിൽ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഫസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു വലിയ ഗോപുരമാട്ടോ കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് പിന്നെ പോയത് സെക്രട്ടേറിയറ്റിലേക്കാണ്. അപ്പം ഇവിടെ നിന്നാണ് എൻ്റെ ഷീലാമ്മ റിട്ടയർ ആയത്. അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പിന്നെ മാധവറാവുവിന്റെ സ്റ്റാച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി പാളയത്ത് പള്ളിയും അതുപോലെ തന്നെ ഗണപതി കോവിലും സ്റ്റേഡിയവും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കവടിയാർ കൊട്ടാരത്തിന്റെ മുന്നിലേക്കാണ്. അപ്പോൾ ബസ് കൊട്ടാരത്തിന്റെ ഗേറ്റ് മുന്നിൽ തന്നെ പോയി നിന്നിട്ടോ. അകത്തേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല. നമുക്ക് വെളിയിൽ നിന്ന് ഇതുപോലെ കാഴ്ച കാണാനേ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നവർ പറഞ്ഞു കൊട്ടാരത്തിന്റെ അകത്ത് ഇതുപോലെ ഇഷ്ടം പോലെ സ്ഥലം ഒരുപാട് കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ആട്ടോ. അപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നിയായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് പോകാനുള്ള ഒരു അനുവാദം ഇല്ല. ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു മിനി ടൂർ പോകുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴി പോയപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ബിൽഡിംഗ്. ശരിക്കും നമ്മുടെ അംബാനിയുടെ വീട് ആൻലിയ ഒക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബസ്സിലിരുന്ന ഏറ്റവും മുകളിൽ ഇരുന്ന ആകാശ കാഴ്ചകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ആ പാളയം പള്ളിയുടെ മുന്നിലൂടെയൊക്കെയാണ് വന്നത്. അപ്പോഴത്തേക്ക് അവിടെ ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനെയും അമ്മയും കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് നമുക്ക് ഇറങ്ങാനായ സ്ഥലം എത്തിയത്. പക്ഷേ അവർ വേറൊരു ആവശ്യത്തിന് അവിടെ വന്നപ്പോൾ നമ്മുടെ ബസ് അതിൽ പോയപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടാട്ടോ. പിന്നീട് അവിടെ നിന്ന് നമ്മൾ പോയത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ എയർപോർട്ടിൽ പോയ വീഡിയോ എന്നെ മിസ് ചെയ്തു. പക്ഷേ നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിരുന്നു. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ഈ ഒരു യാത്ര പോകാത്തവർ ശരിക്കും ഇത് മിസ് ചെയ്യട്ടോ. ഒരു തവണയെങ്കിലും നമ്മൾ യാത്ര പോകണം. അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാമെന്ന്. നമ്മൾ KSRTC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് അടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലം ഈസ്റ്റ് ഫോർട്ട് എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഏത് ഡേറ്റിനാണ് എടുക്കേണ്ടത് ആ ഡേറ്റ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് അപ്പറിലും ലോവറിലും ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്യാവുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പറിൽ ബുക്ക് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം ലോവറിൽ ബുക്ക് ചെയ്ത സാധാ പോലെ ഉള്ളൂ. നമുക്ക് മുകളിൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച ആ ഒരു ഭംഗി എല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി ട്രിവാൻഡ്രത്ത് വരുന്നവർ ഇത് ബുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ.